ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ ഓട്ടോയിലാണ് ട്രാവലിംഗ് മൊത്തം. ശരിക്കും ഇവിടെ ഊബർ ടാക്സി എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ ഇന്ന് വെജിറ്റേറിയൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഞാനിതിന് മുന്നേ വന്നപ്പം കഴിച്ചിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഒരു ജോഗരിയോ എന്തോ റൊട്ടി ഒക്കെയാണ് ഇവരുടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയാം. 1963 ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 63 എത്രയോ വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇവരുടെ ഫാദർ അത് ഒരു കുട്ടികൾക്ക് വേണ്ടി UPS എന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഫുഡ് കൊടുക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്താൽ തുടങ്ങിയതാണ്. പിന്നെ അവർ ആ ഫാമിലി അതിനെ വലുതാക്കി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഫോണിൽ നോക്കിയാലേ എനിക്ക് അറിയത്തുള്ളൂ. ഇത്രയും തന്നെ കാണാൻ പഠിക്കാൻ പെട്ട പാട് എനിക്കും ദൈവം തമ്പുരാനും മാത്രം അറിയാം. നമ്മൾ മല്ലേശ്വരം എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. അതാണ് അടുത്ത ടെസ്റ്റ്. ഈ ബാസവേശ്വർ കാനാവാലി ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. നമ്മുടെ നാട്ടിലെ ആര്യാസ് എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇതിൽ ഗൂഗിളിലെ റിവ്യൂ നോക്കിയപ്പം ഇതിനകത്ത് കുറേ റിവ്യൂസ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്നാലേ എനിക്ക് അറിയുള്ളൂ കഴിഞ്ഞ തവണ ഞാൻ കയറിയത് ഇവിടെ തന്നെയാണോ എന്ന്. സോ ലെറ്റ്സ് ഗോ. മോളിൽ കാണുന്നതാണ് സംഭവം. ബാസവേശ്വർ കാനാവാലി. ഒരു 6 ഉണ്ട്. കൈ വിറയ്ക്കുന്നില്ല ദൈവം. അപ്പോൾ അതായിരിക്കുമെന്ന് പ്രതീക്ഷ. ഞാൻ പറഞ്ഞില്ലേ ജോവാറോ എന്നൊക്കെ, അതായത് ജോവാർ റൊട്ടി മീൽസ്. അതാണോ ഞാൻ ഇതിന് മുമ്പ് വന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. കയറി കഴിച്ചു നോക്കാം. കുറേ സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. നമ്മളെന്തായാലും വന്ന് AC റൂമിൽ തന്നെ ഇരുന്നു. കഴിഞ്ഞ തവണ ഇവിടെ തന്നെയാണ് കേട്ടോ വന്നത്. പക്ഷേ മാറിയ തിരക്കായിരുന്നു. ജോവാർ റൊട്ടി മീൽ ആണ് നമ്മൾ കഴിക്കുന്നത്. AC-യിൽ 310 രൂപ എന്ന് കണ്ടു. ലെറ്റ്സ് ഹാവ് ഇറ്റ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. നല്ലൊരു ഇലയൊക്കെ തന്നു. ആദ്യം തന്നെ മോരും വെള്ളമാണെന്ന് തോന്നുന്നു. തൈരും മോരും വെള്ളം ആണെന്ന് തോന്നുന്നു. അതെ തുടക്കം തന്നെ ഇതിൽ നിന്നാവട്ടെ. പുതിനയില ഇട്ടിട്ട് പുതിനയില ടേസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. क्या है? झुमका है। स्वीट है? स्वीट नहीं, स्वीट ये रहा। ये സ്വീറ്റ്. പിന്നെ സാലഡ് കഴിച്ചില്ല എന്നൊരു പരാതി ആർക്കും വേണ്ട. പക്ഷെ നമ്മുടെ പായസം എന്താണ് ആദ്യം കൊണ്ടുവച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ടറേ, ഇതെന്തോ ഒരു പേര് പറഞ്ഞ് നമ്മൾ കേട്ടാണല്ലോ. चटनी दे सत्यम चटनी ടേസ്റ്റ് പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. തൈരിനകത്ത് സാലഡ് എൻ്റെ നാട്ടിലെ ടേസ്റ്റ് തന്നെ. പയറ്, മുളപ്പിച്ച പയറ്, കടല, ഇതിൻ്റെയൊക്കെ പേര് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അത് വഴുതനങ്ങ ആകുന്നു എന്നാണ് തോന്നുന്നത്. ഇത് എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവുന്നില്ല. കടല, പയർ മുളപ്പിച്ചത്, ജോവാർ റൊട്ടി. അങ്ങനെ ഇവരുടെ ദ മോസ്റ്റ് ഫേമസ് ജോവാർ റൊട്ടി എത്തിയിട്ടുണ്ട്. ദിവൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ്. ദിവൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു.
അപ്പുറത്തിരിക്കുന്ന ആൾ കഴിക്കുന്ന കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. ബട്ടറും കൂട്ടി കടലയുടെ കൂടെ ഇവനെ ഒന്ന് പിടിച്ചു നോക്കാം. That makes a difference. രണ്ടാമത്തെ റൊട്ടിയാണ്. എനിക്ക് തോന്നുന്നു റൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് തോന്നുന്നു. ഞാനപ്പോൾ ഇവിടെ വെയിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, വെയിറ്റർ എന്നല്ലല്ലോ ഇപ്പോൾ ക്യാപ്റ്റൻ എന്നല്ലേ വിളിക്കണ്ടേ, സോറി, ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എന്താ പറയുക, ഒരു മഞ്ഞ കളർ ബോളി പോലത്തെ എന്തോ ഒരു സംഭവം തേങ്ങയൊക്കെ ഇട്ടതാണെന്ന് ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് മനസ്സിലായതിൻ്റെ പ്രശ്നമാണെന്നറിയില്ല. അത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ മഞ്ഞ ഐറ്റം എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് പിന്നെ എന്തോ നെയ്യ് പോലെ എന്തോ ഒഴിച്ചു. എനിക്കൊന്ന് ഹണിയാണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കി എന്ത് സ്പെഷ്യലെന്ന് നോക്കണം. പുറത്തൊഴിച്ചത് നെയ്യ കേട്ടോ, അകത്ത് ഫില്ലിങ്സ് ഉണ്ട്. ഇത് കണ്ടോ, കൊള്ളാം. ഒരു റൈസിൻ്റെ കൂടെ എനിക്കൊന്ന് 3 റൊട്ടിയാണെന്ന് തോന്നുന്നു. ഇത് മുളകാണെന്ന് തോന്നുന്നു കേട്ടോ. കടലമാവിൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. റൊട്ടി ഭാഗം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ പോവുമെന്നറിയില്ല. സാമ്പാർ തോടാ അങ്ങനെ സാമ്പാറിന് എന്തായാലും ഏത് നാട്ടിൽ പോയാലും സാമ്പാറിന് തന്നെ പറയുക. ഇവിടുത്തെ കർണാടകത്തിലെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ലൈക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ വരും. ഇനിയിപ്പോൾ പായസം കൂടെ എല്ലാം ഉള്ള കഴിക്കാൻ. പായസം അത്ര പോരാ കേട്ടോ. എൻ്റെ അമ്പോ എന്നാ ലഞ്ചായി പോയതല്ലേ. ഞാൻ റൊട്ടി എനിക്ക് തോന്നുന്നു അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ശരിക്കും മറ്റേ വെട്ടം സിനിമയ്ക്കകത്ത് മറ്റേ ദിലീപ് മറ്റേ പെണ്ണിനെ കളിപ്പിക്കത്തില്ലേ, ആ അവസ്ഥയായിരുന്നു എൻ്റെ. അയാൾ ചപ്പാത്തിയിൽ റൊട്ടിയിൽ ബട്ടർ തേക്കുന്നു, ഞാനും തേക്കുന്നു. അയാൾ റൈസ് വാങ്ങിക്കുന്നു, ഞാൻ റൈസ് വാങ്ങിക്കുന്നു. അപ്പോൾ അയാൾ റൈസ് വാങ്ങിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു റൊട്ടി വാങ്ങിച്ചേ, വീണ്ടും ഞാൻ റൊട്ടി വാങ്ങിച്ചാൽ അയാൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല. പിന്നെ ആ ഹോളിഗേ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതൊരു ഫില്ലിംഗ് ഉള്ള ബോളി തന്നെ, അതിനകത്ത് കോക്കനട്ട് ഫില്ലിങ്, നമ്മുടെ നാട്ടിലെ ഇലയപ്പം കൂട്ടൊക്കെ ഉള്ള, അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ, പക്ഷേ സംഭവം ഭയങ്കര കിടിലായിരുന്നു. ബാസവേശ്വര കാനാവാലി. അപ്പം ഇത് വെജിറ്റേറിയൻസ് ഉറപ്പായിട്ടും ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്.